ദുബായിലേക്കാണ്. കാരണം അവിടെ ഇറാൻ ആക്രമണത്തിൽ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അൽ ബർഷയിൽ വാഹനത്തിന് മേൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ യുഎഇയിൽ മരണസംഖ്യ 4 ആയിരിക്കുന്നു. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും ദുബൈയിൽ നിന്ന്. ഷിനോജ്, ഇപ്പോൾ 4 പേരുടെ മരണം, അതായത് റിയാദിലൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ തന്നെ സമാനമായ ആക്രമണങ്ങൾക്ക് ദുബൈയും സാക്ഷ്യം വഹിക്കുകയാണോ? ഇന്നലെ ഈ പാകിസ്ഥാൻ സ്വദേശിയുടെ മരണത്തിനിടയാക്കിയ സംഭവം എന്താണ്? അപ്പോൾ തന്നെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായൊക്കെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ജിൻസി, ഇന്നലെ ഉച്ചനേരത്ത് ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവില്ല എന്ന ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഒരു 5 മണിക്കൂറോളം നീണ്ട ആശ്വാസത്തിന്റെ സമയം ഉണ്ടായിരുന്നു. വിമാനങ്ങൾ സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നു. അല്പനേരത്തേക്കെങ്കിലും അടച്ചിട്ട ദുബായ് വിമാനത്താവളം പ്രവർത്തനങ്ങൾ ഭാഗികമായി പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് ഇഫ്താർ സമയത്തോടു കൂടിയാണ് വീണ്ടും ആക്രമണം ശക്തമാകുന്നത്. അബുദാബിയിലും ദുബൈയിലും നിരവധി ഡ്രോണുകളും അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന്റേതായി വിക്ഷേപിക്കപ്പെട്ടു. ഇതിൽ കൂടുതലും പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അതിനിടയിൽ മറീനയിൽ ഈ ആയുധങ്ങൾ പതിച്ച് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം നേരിട്ടതായിട്ട് ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് അൽബർഷയിൽ വാഹനത്തിനു മേലെ ഈ മിസൈൽ അവശിഷ്ടം പതിച്ച് ഒരു പാകിസ്ഥാൻ സ്വദേശി മരിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിക്കുന്നത്. ഇതോടെ യുഎഇയിൽ മരിച്ചവരുടെ എണ്ണം 4 മാറുകയാണ്. 2 പാകിസ്ഥാൻ സ്വദേശികൾ, ഒരു ബംഗ്ലാദേശ് സ്വദേശി, മറ്റൊരു നേപ്പാൾ സ്വദേശി എന്നിങ്ങനെയാണ് യുഎഇയിൽ ഇതുവരെ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 112 പേർക്ക് ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരും അതേപോലെ തന്നെ വിവിധ രാജ്യക്കാരും ഉണ്ട്. ഇവരെ ഇന്നലെ യുഎഇ പ്രസിഡന്റ് നേരിട്ട് ആശുപത്രിയിൽ സന്ദർശിക്കുകയും സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് വീണ്ടും ആക്രമണം കടുപ്പിക്കുന്ന ഒരു നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ആക്രമണം വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് അബുദാബിയിലൊക്കെ വലിയ സ്ഫോടന ശബ്ദവും ഒക്കെയാണ് കേട്ടിരുന്നത്. എന്നാൽ അബുദാബിയിൽ ഇന്നലെ രാത്രി എത്ര ഡ്രോണുകൾ എത്തി, എത്ര മിസൈലുകൾ എത്തി എന്നുള്ള കണക്ക് പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ദുബൈയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കാണ് ലഭ്യമായിട്ടുള്ളത്. ജിൻസി, ശരി. ഇപ്പോൾ ദുബൈയിൽ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചതോടെ 4 പേരാണ് ഇറാന്റെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങളൊപ്പം തന്നെ മറ്റിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ കൂടിയാണ് ഷിനോജ് ഷംസുദ്ദീൻ നൽകിയത്.